ടാൻസാനിയയിലെ ഡുഡൂമയ്ക്കടുത്തുള്ള ഇപ്പാല എന്ന ഗ്രാമത്തിലായിരിക്കുന്നു ഇവിടെയുള്ള ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷകളുടെ ഭാഗമാകുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. ചർച്ചുണ്ട്, ബൈബിൾ ട്രെയിനിങ് ഉണ്ട്, വിവിധ ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിബിൻ എബ്രഹാം അവറുകൾ നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോട് ഒന്നിച്ചായിരിക്കുന്ന സോഫിയയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സോഫിയുടെ മകളാണ് ജെയിൻ. ജെയിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്തു. ഈ പ്രക്ഷേപണത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ കടന്നു വന്നു. ഇന്നലെ ഞായറാഴ്ച ശുശ്രൂഷകളിൽ ഭാഗമായി ആ സന്ദർഭത്തിൽ സാക്ഷ്യത്തിന് വേണ്ടി സമയം കൊടുത്തപ്പോൾ നിരവധി ആളുകൾ വന്ന് സാക്ഷ്യം പറയുവാൻ തുടങ്ങി. അവർക്കുണ്ടായ വിടുതലുകളെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയപ്പോൾ രോഗസൗഖ്യം ധാരാളമായിട്ട് സംഭവിക്കുന്നു. ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ സംഭവിക്കുന്നു, മറ്റത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ സാക്ഷ്യങ്ങളെല്ലാം കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പാലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്നും അപ്പോസ്തല പ്രവൃത്തി ആവർത്തിക്കുന്നു എന്നുള്ള ആ സന്തോഷം മുഖാന്തരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ബോധ്യം കൂടി ഉണ്ടായി. ഇത് മറ്റു പലരും കാണണം, ശുശ്രൂഷകന്മാർ കാണണം. ശുശ്രൂഷകന്മാർ കണ്ടാൽ അവർക്കത് ഒരു ഉത്തേജനമായി തീരും. അവരുടെ ശുശ്രൂഷയിൽ ദൈവപ്രവൃത്തികൾ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പകർച്ചയുമായി തീരും. മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശാരീരിക രോഗമനുഭവിക്കുന്ന ആരെങ്കിലും അവർക്ക് സൗഖ്യം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പകർച്ചയും ലഭിക്കും എന്നതാണ് ഈ പ്രക്ഷേപണം നിങ്ങളുടെ അരികിലെത്തിക്കുവാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സോഫിയയ്ക്കും ജെയിനും അവർക്ക് സൊഹലി ഭാഷ മാത്രമേ, ഇവരുടെ വില്ലേജിലുള്ള ഭാഷ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ഇംഗ്ലീഷോ നമ്മുടെ മറ്റു ഭാഷകളോ ഒന്നും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല. അവർ സ്വഹാലി ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും അത് പരിചയമുള്ള ആരുമില്ലാത്തതിനാൽ അവരുടെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. സംഭവിച്ചത് എന്താണ് എന്നുള്ള വിശദീകരണങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിബിൻ എബ്രഹാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ഇന്നലെ ഈ സാക്ഷ്യം കേട്ടതാണ്. ആ സാക്ഷ്യം കേട്ടപ്പോൾ ട്രാൻസ്ലേറ്റർ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഇംഗ്ലീഷിൽ കേട്ടതിനാൽ ഇവരുടെ സാക്ഷ്യം, ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. 1 വർഷത്തിന് മുന്നമേയാണ് ഈ കുട്ടിയിലെ കിഡ്നി സംബന്ധമാകുന്ന രോഗം വെളിപ്പെട്ട് 2 കിഡ്നിയും അപ്പാടെ പോയി. ആ ഹോസ്പിറ്റലിൽ പോയി അതുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങൾ ചെയ്തു. പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പാസ്റ്റർ തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 മാസം മുമ്പാണ് ഇവർ രണ്ടുപേരും ചർച്ചിൽ വരുന്നത്. ഒരു ദിവസം സൺഡേ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സൺഡേ സർവീസ് ഫിനിഷ് ചെയ്തു. ഞാൻ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇവർ കുഞ്ഞിനെയും കൊണ്ട് വന്നു. ഇവർ വരുന്ന സമയത്ത് സൺഡേ സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വരുന്നത്. അതെ, ഇവർ വരുന്നത് ഇവിടെ നിന്ന് ആദ്യമായിട്ട് ചർച്ച് വരിക. ഈ ചർച്ചിനെക്കുറിച്ച് കേട്ടു. അവർ ഈ ചർച്ചിൽ യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് അവർ കേട്ടതിന് ശേഷം, അവരോട് ആരോ പറഞ്ഞതിന് ശേഷം ഇവർ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ഇവർക്ക് ബസ്സിന് കൊടുക്കാൻ പൈസയോ ഒന്നും ഇല്ല ഇവരുടെ കയ്യിൽ. ബസ് ഇവിടെ ആകെ ഒരു ബസ്സേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. ഇവിടെയുള്ള റോഡുകളെല്ലാം മണ്ണിട്ട റോഡുകളാണ്. ഈ ബൈബിൾ സ്കൂളിൻ്റെ മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്. അത് ഇഹൂമോയിൽ നിന്ന് വരുന്ന റോഡാണ്. ഇഹൂമോയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ്? ഹോംബോലോയിലേക്ക് പോകുന്ന മണ്ണിട്ട റോഡാണ്. അതിലെ ഒരു ബസ് മാത്രമേ, അതും ആ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യത്യസ്തമാകുന്ന ബസ്സാണ്. അപ്പോൾ ഈ ഗ്രാമനിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അജ്ഞത എന്ന് പറയുന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ഇഗ്നോറൻസ്, അറിവില്ലായ്മ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അതിന് പിന്നിൽ ഇവരുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അത് തലമുറകളായിട്ടുള്ള അന്ധവിശ്വാസങ്ങളാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ചിന്തകൾക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നതിലും വല്ലാത്ത നിലയിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. പറയുക പാസ്റ്റർ. അപ്പോൾ ഇവർ വന്നു. സർവീസ് കഴിഞ്ഞ സമയത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് മുഴുവൻ
ഈ വാട്ടർ ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് ഇതിൻ്റെ ഒരു മേ ബി ഡബിൾ ഓർ ട്രിപ്പിൾ വയറെല്ലാം വീർത്തിരിക്കുന്നു, ഭയങ്കരമായി വീർത്തിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് കാണാം, മുഴുവനായിട്ടത് പോയിട്ടില്ലെങ്കിലും, പക്ഷേ ഇതിലും എല്ലാം ഒരുപാട് വീർത്തായിരിക്കുന്നത്. ഈ കൈകളിലെല്ലാം ഈ ഡിസ്ചാർജാണ്. ഈ കൈകളിലെല്ലാം കാണാം, ഇത് ഉണങ്ങിയത് കാണാൻ കഴിയും, ഉണങ്ങിയത് കാണാൻ കഴിയും. ഈ കൈകളിലെല്ലാം ഡിസ്ചാർജ്, അവിടെ ശരീരത്തിലെല്ലാം കാണാം, ശരീരത്തിലെല്ലാം അതുപോലെ തന്നെ ഡിസ്ചാർജാണ്. ഈ വയറിന്റെ വലിപ്പം ഇങ്ങനെ ഇത്രയും വലിപ്പമാണ്. വയറ് മാത്രമല്ല, ശരീരം മൊത്തം വലുതാണ്, ശരീരം മുഴുവൻ വലുതാണ്. അപ്പോൾ ഇന്നലെ വൈദ്യ സഹായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ചോദിച്ചായിരുന്നല്ലോ, എന്തുകൊണ്ടത് സംഭവിച്ചു. അപ്പോൾ ആ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുകയുണ്ടായി, കിഡ്നി രണ്ടും പോയതിനാൽ ശുദ്ധീകരണം നടക്കുന്നില്ല. ആ ശുദ്ധീകരണം നടക്കാത്തതിനാൽ അഴുക്കെല്ലാമാണ് ഈ ശരീരത്തിലൂടെ ഡിസ്ചാർജ് ആകുന്നത്. അതാണ് ഈ ശരീരം ഇങ്ങനെ വീർത്തിരിക്കുന്നത്. രണ്ട് കിഡ്നിയും പോയിരിക്കുന്നതിനാൽ ശരീരം വീർത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് വെള്ളം നമുക്ക് കാണാം, വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, താഴത്തേക്ക് വീഴുന്ന രീതിയിൽ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ നിയോഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിവിടെ ആര് വന്നാലും നമ്മൾ പ്രാർത്ഥിക്കും, ആരോടും പ്രാർത്ഥിക്കാതെ വിടാറില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത ദൈവം തന്നു. ആ ചിന്ത എന്ന് പറയുന്നത്, ഞാനും പാസ്റ്റർ ഫിനി സ്റ്റീഫൻ വളരെ അടുത്ത, ഞങ്ങൾക്ക് വളരെ അടുത്ത കുറച്ച് ദേവദാസന്മാർ, ഞങ്ങളെല്ലാവരും ഉള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ മീറ്റിംഗ് മാരാമൺ വെച്ച് നടക്കുകയാണ്. അതെ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷമെങ്കിലും പുറകിലായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നിങ്ങളോട് ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇത് 10 വർഷം മുന്നമേ നടന്ന ഒരു സൂപ്പർ നാച്ചുറൽ മീറ്റിങ്ങിൽ സംഭവിച്ചൊരു കാര്യമാണ്. ആ കാര്യം അന്ന് സംഭവിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചെന്നിരിക്കാം. പക്ഷെ നോക്കുക, 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ വിടുതലുമായുള്ള ബന്ധത്തിൽ ആ മീറ്റിങ്ങിൽ നടന്ന ഒരു കാര്യം തൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. അതെ, ആ മീറ്റിങ്ങിൽ നടന്നത് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായ ഒരു ദൈവദാസൻ്റെ ആൻറ്റി, വൈഫ്, അവർ ആത്മചലനം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലർക്കും സ്വർഗീയമാകുന്ന ദർശനങ്ങളുണ്ടായി. ഈ ദൈവദാസി സ്വർഗതലങ്ങളിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ആത്മാവിൽ എടുക്കപ്പെട്ടു, അവിടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കണ്ടതിലൊരു കാര്യം അവിടെ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു 10-100 പേരുള്ള ഒരു ചെറിയ മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. ആ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം യേശു ദൂതൻ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഈ ദൂതന്മാർ അവിടെയുള്ള സ്വർഗത്തിലുള്ള പല മുറികളും തുറന്നു കാണിച്ചു. അറകൾ, സ്റ്റോർ റൂംസ് തുറന്നു കാണിച്ചു. ആ സ്റ്റോർ റൂംസിൽ, ഓരോ സ്റ്റോർ റൂംസിലും ഓരോ മനുഷ്യ അവയവങ്ങൾ ഇരിക്കുന്നത്, ഹാർട്ട്, കിഡ്നീസ്, അങ്ങനെ മനുഷ്യാവയവങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യമുള്ള ആ സമയത്ത് ഈ ദൈവദാസി ദൂതനോട് ചോദിച്ചു, ഇതെന്താ ഈ മനുഷ്യാവയവങ്ങളെല്ലാം ഈ മുറികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ ദൂതൻ പറഞ്ഞു, ഭൂമിയിൽ ഒരു ദൈവദാസൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ, അവയവത്തിൻ്റെ മേൽ വിടുതൽ ഉണ്ടാകുവാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ, ഞങ്ങൾ ആ അവയവത്തെ നന്നാക്കുകയല്ല ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാറ്റിവെക്കലാണ് നടക്കുന്നത്. ആ മാറ്റിവെക്കലിന് വേണ്ടിയാണ് ഈ അവയവങ്ങൾ ഈ സ്റ്റോർ മുറികളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ദൂതൻ ആ ആൻറ്റിയോട് പറഞ്ഞു. അത് ഞാൻ കേട്ടു. അത് ഹൃദയത്തിലുണ്ട്. പക്ഷെ ഞാനത് മറന്നുപോയി. ഒരു 10 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി പല പ്രാവശ്യം ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് വന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഇൻസിഡൻറ്റ്, അവിടെ നടന്ന ആ സംഭവത്തെക്കുറിച്ചൊരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ ബ്രെയിന് വന്നു. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്നാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത് ദൂതനോട്, ബ്രാൻഡ് ന്യൂ 2 കിഡ്നീസ് കൊണ്ടുവന്ന് ഈ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് കൊടുക്കുക, അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോയി, പ്രാർത്ഥന കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഇവർ ഒരു പ്രാവശ്യവും കൂടി വന്നു ബുധനാഴ്ച. ഇവർക്ക് ഒരുപാട് ദൂരം നടന്നു വരണം, അത് കാരണം പിന്നെ ഒരു പ്രാവശ്യവും കൂടി ഇവർ വന്നു. ആ വരുന്ന സമയത്ത് ഈ ശരീരം ചുരുങ്ങിയിട്ടുണ്ട്.
ശരീരത്തിൽ ഉണ്ടായിരുന്ന നീര് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വയർ ചുരുങ്ങുന്നത് കണ്ടെന്നാ പാസ്റ്റർ പറഞ്ഞത്. അതെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ശരീരത്തിൻ്റെ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നത് ചുരുങ്ങി പോകുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇപ്പം ആയിരിക്കുന്ന ഈ അവസ്ഥയിലാണ്. ആ ഞായറാഴ്ച പോയിട്ട് ബുധനാഴ്ച വരുമ്പോൾ ഇപ്പം ഇരിക്കുന്ന ഈ അവസ്ഥയിലാണ്, ശരിക്കും ചുരുങ്ങി. അപ്പോൾ ഈ ഡിസ്ചാർജോ ഈ കൈകളിലുള്ള അപ്പോഴും ഡിസ്ചാർജ് ഉണ്ട് അവിടെ. ആ സമയത്ത് ഡിസ്ചാർജ് അപ്പോഴും ഉണ്ട് ഡിസ്ചാർജ്. ആ ഡിസ്ചാർജ് അപ്പോഴും ശരീരത്തിൻ്റെ നീര് കുറഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യവും കൂടി ഞാനത് പറഞ്ഞു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ഇവർ തിരിച്ച് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവർ വിശ്വാസികളല്ല, ഇവർ നമ്മുടെ ചർച്ചിൽ വരുന്നതല്ല, ഇവർ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നവരുമല്ല. ഇവർ ഈ ചർച്ചിൽ ഇത് നടക്കുന്നു എന്നറിഞ്ഞു വന്നതാണ്, രോഗസൗഖ്യം നടക്കുന്നു എന്നറിഞ്ഞു വന്നവരാണ്. ഇവർ പിന്നെ തിരിച്ചു വന്നില്ല ഒരാഴ്ചത്തേക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് രോഗസൗഖ്യം കിട്ടിയെന്ന്. തിരിച്ചു വരാതിരുന്നപ്പോൾ പാസ്റ്റർക്ക് മനസ്സിലായി രോഗസൗഖ്യം കിട്ടിയെന്ന്. അതെന്തുകൊണ്ടാണ്? കാര്യം അവർക്ക് രോഗസൗഖ്യം മുഴുവനായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞായറാഴ്ച വന്നിട്ട് പ്രാർത്ഥിച്ച് വിട്ട് അവർ ബുധനാഴ്ച തിരിച്ചു വന്നത്. അതെ, ബുധനാഴ്ച പോയവർ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരാതെയായപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് സൗഖ്യമായി എന്ന്. അപ്പോൾ എനിക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് പൂർണ്ണമായ രോഗസൗഖ്യം കിട്ടി. അപ്പോൾ ഞാനിവരെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കുഞ്ഞും അമ്മയും പിന്നെയും വന്നത്. പിന്നെ അവർ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അവർക്ക് ഇവിടം വരെ ബസ്സിന് ഇത്രയും ദൂരത്തുനിന്ന് നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് ഉള്ള ദൂരമല്ല, ഇത് 10 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം 10 കിലോമീറ്റർ നമുക്കുള്ള 100 കിലോമീറ്റർ പോലെയാണ്. വാഹന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട്, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. ഇവിടുത്തെ ഗ്രാമങ്ങളിലെ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 വർഷം മുൻപുള്ള കേരളവുമായിട്ട് മാത്രമേ നമുക്ക് സമാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അത്രമാത്രം അപരിഷ്കൃതമാകുന്ന നിലയിലും അൺസിവിലൈസ്ഡായിട്ടും അതുപോലെ ശോചനീയമാകുന്ന അവസ്ഥയിലാണ് അവർ ഇവിടെ പാർക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് വലിയ മാറ്റം വേണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ല. അവർ ആ നിലയിൽ തന്നെ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, അവർക്കൊന്നും വൈദ്യുതി ഇല്ലാത്ത, അവർക്ക് ആ വൈദ്യുതി വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വൈദ്യുതി ഇല്ലാത്ത ഭവനങ്ങൾ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭവനങ്ങൾ, അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് ഇവർ പാർക്കുന്നത്. അപ്പോൾ കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. പിന്നെ അവരെ കൊണ്ടുവന്നു. അതിനുശേഷം അവർ ഞായറാഴ്ചയാണ് പിന്നെ ടെസ്റ്റ് മണിക്ക് വരുന്നത്. അവർ വന്ന് ടെസ്റ്റ് മണി പറഞ്ഞു. അപ്പോൾ ഇതിനു മുന്നേ ഇവർക്ക് ഈ രോഗം 1 വർഷം മുന്നേ വന്നു എന്ന് പറയുന്നു. അതെ, അത് വന്നപ്പോൾ ഇവർ ആശുപത്രി പോയല്ലോ. അതെ, അവരുടെ അടുത്തെങ്ങാണ്ട് ഒരു ചെറിയ ഡിസ്പെൻസറി ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, അതൊന്ന് പറയൂ. അപ്പോൾ ഇവർ ഹൊംബോലയിലുള്ള ഒരു ചെറിയ ഡിസ്പെൻസറിയിൽ പോയി. അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ ഗ്രാമങ്ങളിലെല്ലാം ഓരോ ഗ്രാമത്തിനും ഓരോ മുഖ്യനുണ്ട്. ആ മുഖ്യൻ്റെ കെയർ ഓഫിൽ ഒരു ചെറിയ ഫണ്ട് അവൈലബിൾ ആണ്. ആ മുഖ്യൻ ഇവർക്ക് ഒരു ചെറിയ ഫണ്ട് അലൗട്ട് ചെയ്യും. ഒരു ലെറ്റർ കൊടുത്ത് ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് ഡൊഡോമയിൽ ടൗണിൽ, ആ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ബെഞ്ചമിൻ മക്കാപ്പ എന്നാണ്. ആ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പരിശോധിച്ചിട്ടാണ് പറയുന്നത് 2 കിഡ്നിയും ഫെയിലിയറാണ്. ഇനി അവരെ കൊണ്ടൊന്നും ചെയ്യാവുന്ന നിലവാരം കഴിഞ്ഞു എന്ന് പറയുന്നു. ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ കുട്ടിയായിരിക്കുന്നു. അവ മരിച്ചു പോകുകയുള്ളൂ. മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുഞ്ഞിലാണ് അത്ഭുതകരമാകുന്ന ഈ സൗഖ്യം സംഭവിച്ചത്. അവർക്കിങ്ങനെ ഡോക്ടേഴ്സിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവർ ഒരന്വേഷണം നടത്തിയത്, എവിടെ പോയാൽ സൗഖ്യം കിട്ടുമെന്ന്. അപ്പോൾ ആരോ പറഞ്ഞു ഈ ചർച്ചിൽ വന്നാൽ സൗഖ്യം കിട്ടുമെന്ന്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അത് വളരെ അത്ഭുതകരമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഈ ദേശത്തിന് തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. കാരണം പൊതുവിൽ ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ മന്ത്രവാദികളെ സമീപിക്കുക എന്നതാണ് ആളുകൾ ചെയ്യുന്നത്. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ വിച്ചസിൻ്റെ അരികിൽ പോകുക, മന്ത്രവാദികളുടെയോ അരികിൽ പോകുക എന്നതാണ് ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നത്. മന്ത്രവാദം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുടിൽ വ്യവസായമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു പുതിയ വാർത്ത ഈ ദേശത്ത് പരക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദേശനിവാസികൾ തമ്മിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഈ ചർച്ചിൽ വന്നാൽ സൗഖ്യം ലഭിക്കുമെന്ന്. അതൊരു വലിയ ആശ്വാസകരമാകുന്ന സന്ദേശം, ഈ ദേശനിവാസികൾക്ക് ഒരു വലിയ ആശ്വാസം പകരുന്ന സന്ദേശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദേശത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും, അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി കർത്താവ്
അത്ഭുതകരമായിട്ട് ഈ ശുശ്രൂഷകളെ ഇവിടെ ആക്കിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിതൊരു പ്രചോദനമായി തീരട്ടെ. നിങ്ങളുടെ ശുശ്രൂഷകൾ മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടട്ടെ. ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. കേടുവന്ന അവയവങ്ങളെ ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് അവയവങ്ങൾ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്ത് സൗഖ്യമാക്കട്ടെ. കർത്താവാകുന്ന യേശു അവിടുന്ന് സൗഖ്യദായകനാകുന്നുവല്ലോ. ആമേൻ, ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുകയാണ് എങ്കിൽ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് കർത്താവ് പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് തങ്ങളെ തന്നെ താഴ്ത്തി മാനസാന്തരപ്പെട്ടു ദൈവത്തിലേക്ക് മുഖം തിരിക്കുകയാണെങ്കിൽ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് അവരെ സൗഖ്യമാക്കുവാൻ കർത്താവാകുന്ന യേശു സന്നദ്ധനാകുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സാക്ഷ്യം കേട്ട നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ അതിശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവാകുന്ന യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ സമയത്ത് തന്നെ നിങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളെ നേരിടുന്നവരാകുന്നു എങ്കിൽ വൈദ്യശാസ്ത്രം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇനി ഇത് പരിഹരിക്കപ്പെടുകയില്ല. ഈ കുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന സമയം കഴിഞ്ഞുപോയി എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവാകുന്ന യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുമെന്നുള്ള വാക്കിനകത്ത് ശാരീരിക സൗഖ്യവും അടങ്ങിയിരിക്കുകയാണ്. യേശുവേ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ അധരം തുറന്ന് വിളിക്കുകയാണ് എങ്കിൽ അവിടുന്ന് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ പോകുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. കർത്താവിനുദാസൻ ഒരു നിമിഷം രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കൈകളെ വയ്ക്കുക. നസ്രായനായ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേലൊരു സൗഖ്യം വ്യാപരിക്കട്ടെ. നസ്രായനായ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സൗഖ്യം വ്യാപരിക്കട്ടെ. ഈ കുഞ്ഞിനെ പോലെ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ ദൂതന്മാർ ഇപ്പോൾ തന്നെ പുതിയ കിഡ്നികളുമായിട്ട് കർത്താവെ അവരുടെ മേൽ വലിയ സൗഖ്യമായിട്ട് വ്യാപരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ കിഡ്നികൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടട്ടെ. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പുതിയ ഹൃദയം അവരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് പുതിയ ഹൃദയം കൊണ്ടുവന്ന് ദൂതന്മാർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടട്ടെ. രാധ ലമാന ശിഖാലതകസിഖേ മഷ്കാഠിയാനറകശറകദാസമാനശിഖാലതകസി. ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വലിയൊരു സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതോടൊന്നിച്ച് തന്നെ കർത്താവിൻ്റെ ദാസൻ കേരളത്തിൽ പെരുമ്പാവൂർ സ്വദേശിയാണ്. പെരുമ്പാവൂരിൽ നിന്ന് അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്നാണ് ആഫ്രിക്കയിൽ വന്നത്. ആഫ്രിക്കയിലേക്ക് പോകുവാൻ വേണ്ടി കർത്താവ് ബോധ്യം കൊടുത്തു. അങ്ങനെ ആഫ്രിക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആഫ്രിക്കയിൽ ഇപ്പോൾ 1 വർഷമായിട്ട് ടാൻസാനിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ചിലരുടെ ഹൃദയങ്ങളിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യം തരും. നിങ്ങളുടെ സ്വദേശങ്ങളെ വിട്ട് ഇതേപോലെയുള്ള ദേശങ്ങളിൽ പോയി ഇതേപോലെയുള്ള ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള ബോധ്യങ്ങൾ കർത്താവ് നൽകി തരുവാനുള്ള ആ കോളിംഗ് നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു കാരണമായി തീരട്ടെ. ആ കോളിങ്ങിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ ആഫ്രിക്ക ഈസ് കോളിംഗ്. ആഫ്രിക്ക നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെയൊരു കോളിംഗ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു മുഖാന്തരം കൂടിയായി തീരട്ടെ ഈ പ്രക്ഷേപണം കാണുവാൻ വേണ്ടി നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമാകുന്ന നന്ദി അറിയിക്കുകയാണ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളിത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.
പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.